കനത്ത മഴയെ തുടർന്ന് തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കാറ്റിലും മഴയിലും ചെറുതുരുത്തി മേഖലയിൽ വ്യാപക നാശനഷ്ടം. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ പരക്കെ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. ജില്ലയിൽ മഴക്കെടുതികൾ തുടരുന്നു. കാർളം ചെമ്മണ്ടയിൽ ശുചിമുറിയുടെ ചുമർ ഇടിഞ്ഞു വീണ് യുവാവ് മരിച്ചു. ഇളവള്ളി കൊച്ചിൻ ഫ്രോണ്ടിയർ തോട്ടിൽ വീണ് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മന്ത്രവാദത്തിന്റെ മറവിൽ യുവതിയെ ബോധം കെടുത്തി പീഡിപ്പിച്ച സംഭവത്തിൽ അറബിക് ജ്യോതിഷി കാട്ടൂർ പോലീസിന്റെ പിടിയിൽ. എഴുത്താണിയിൽ താമസിക്കുന്ന ഒറ്റപ്പാലം സ്വദേശി പാലക്കപ്പറമ്പിൽ യൂസഫ് അലിയാണ് അറസ്റ്റിലായത്. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയുടെ കീഴിലുള്ള പാലിയേറ്റീവ് കെയർ സെന്ററിലെത്തുന്ന രോഗികൾക്ക് ദുരിതമായി മാറുന്നതായി പരാതി. രോഗികളും കൂട്ടിരിപ്പുകാരും ചികിത്സയ്ക്കും മരുന്നിനുമായി കയറ്റം കയറി ഇറങ്ങേണ്ട അവസ്ഥയിൽ. പന്നിത്തടം സെന്ററിൽ വീണ്ടും വാഹനാപകടം. ലോറികൾ കൂട്ടിയിടിച്ച് മറിഞ്ഞ് ഒരാൾക്ക് പരിക്കേറ്റു. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇവിടെയുണ്ടായത് 6ാമത്തെ അപകടം. സെന്ററിൽ ഓട്ടോമാറ്റിക് സിഗ്നൽ ലൈറ്റ് സംവിധാനം സ്ഥാപിക്കുമെന്ന് MLA. കുണ്ടും കുഴിയും നിറഞ്ഞ് യാത്രായോഗ്യമല്ലാതെ അളഗപ്പ് നഗർ പഞ്ചായത്തിലെ കരുവാപ്പടി പൂക്കോട് റോഡ് ടാറിംഗ് നടത്തിയിട്ട് 4 വർഷം പിന്നിട്ടെന്ന് നാട്ടുകാർ. വാർത്തകളിലേക്ക് വിശദമായി. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ പരക്കെ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 50 കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റ് വീശുന്ന സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ വിവിധ ജില്ലകളിൽ ജാഗ്രതാ മുന്നറിയിപ്പുണ്ട്. തൃശൂർ ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കനത്ത കാറ്റിലും മഴയിലും ചെറുതുരുത്തി മേഖലയിൽ വ്യാപക നാശനഷ്ടം. വള്ളത്തോൾ നഗർ, പാഞ്ഞാൾ, മുള്ളൂർക്കര എന്നീ 3 പഞ്ചായത്തുകളിലായി വൈദ്യുതി ലൈനുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണ് വ്യാപക നാശനഷ്ടങ്ങളുണ്ടായി. കലാമണ്ഡലം ഗസ്റ്റ് ഹൌസിന് സമീപം വലിയ മരം കടപുഴകി വീണ് ഗസ്റ്റ് ഹൌസിന് കേടുപാടുകൾ സംഭവിച്ചു. വള്ളത്തോൾ നഗർ ശുപ്പുക്കുട്ടി മേനോൻ കനാൽ റോഡിലെ 2 മരങ്ങൾ കടപുഴകി വീണ് മേഖലയിലെ വൈദ്യുതി ബന്ധം തകരാറിലായി. പൈങ്കുളത്തും മുള്ളൂർക്കര മണ്ഡലം കുന്നിലും നെടുമ്പുര കനാൽ റോഡിലും മരങ്ങൾ വീണ് വൈദ്യുതി തടസ്സമുണ്ടായി. ഷൊർണൂർ അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചെറുതുരുത്തി KSEB ഓഫീസർ മാഹിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരും ചേർന്ന് മരങ്ങൾ മുറിച്ചുമാറ്റി. കനത്ത മഴ തുടരുന്നതിനാൽ തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ വ്യാഴാഴ്ച അവധി പ്രഖ്യാപിച്ചു. CBSE, ICSE, കേന്ദ്രീയ വിദ്യാലയം, അങ്കണവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ, ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. എന്നാൽ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഉണ്ടായിരിക്കില്ല. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ല. കാർളം ചെമ്മണ്ടയിൽ ശുചിമുറിയുടെ ചുമർ ഇടിഞ്ഞു വീണ് യുവാവ് മരിച്ചു. കാർളം ചെമ്മണ്ട ബാലവാടിക്ക് സമീപം ബുധനാഴ്ച ഉച്ചയോടെയാണ് സംഭവം. നെടുമ്പള്ളി വീട്ടിൽ ബൈജുവാണ് മരിച്ചത്. വീടിന്റെ പുറത്തുള്ള ഓടിട്ട ശുചിമുറിയിൽ കുളിക്കാൻ കയറിയതായിരുന്നു ബൈജു. കനത്ത കാറ്റിലും മഴയിലും ശുചിമുറി തകർന്ന് ബൈജുവിന്റെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു. അടുത്ത വീട്ടിൽ ജോലി ചെയ്തിരുന്നവർ ശബ്ദം കേട്ടെത്തിയപ്പോഴാണ് അപകടം നടന്നത് അറിയുന്നത്. ഉടൻ തന്നെ ഇരിങ്ങാലക്കുട ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചു. ഇവർ സ്ഥലത്തെത്തി ശുചിമുറിയുടെ ചുമരുകൾ നീക്കി ബൈജുവിനെ പുറത്തെടുത്ത് ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇളവള്ളി കൊച്ചിൻ ഫ്രോണ്ടിയർ തോട്ടിൽ വീണ് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കടവല്ലൂർ റെയിൽവേ ഗേറ്റിന് സമീപം താമസിക്കുന്ന ഞാറേപ്പറമ്പിൽ കൊണ്ടാരം വളപ്പിൽ 48 വയസ്സുള്ള സത്യന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കാണാതായ സ്ഥലത്ത് നിന്നും 1.5 കിലോമീറ്റർ മാറി കാക്കശ്ശേരി വിദ്യാവിഹാർ സെൻട്രൽ സ്കൂളിന് പുറകുവശത്ത് തോട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ തോട്ടിൽ വീണ നാളികേരം എടുക്കുന്നതിനിടെയാണ് കാൽ വഴുതി സത്യൻ തോട്ടിലേക്ക് വീണത്. കാലിന്റെ അടിഭാഗം മുകളിൽ പൊങ്ങിക്കിടക്കുന്ന നിലയിലാണ് ആദ്യം കണ്ടത്. കൊച്ചിൻ ഫ്രോണ്ടിയർ തോട്ടിലെ ശക്തമായ അടിയൊഴുക്കും കുളവാഴിയും ചണ്ടിയും മുളങ്കൂട്ടങ്ങളും തോട്ടിൽ നിറയെ ഉണ്ടായിരുന്നതിനാൽ തിരച്ചിൽ ദുഷ്കരമായിരുന്നു. പാവറട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, വാർഡ് മെമ്പർ MB ജയ, TC മോഹനൻ തുടങ്ങിയ ജനപ്രതിനിധികളും സ്ഥലത്തെത്തിയിരുന്നു. മന്ത്രവാദത്തിന്റെ മറവിൽ യുവതിയെ ബോധം കെടുത്തി പീഡിപ്പിച്ച സംഭവത്തിൽ അറബിക് ജ്യോതിഷിയെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കാർളം എഴുത്താണിയിൽ താമസിക്കുന്ന ഒറ്റപ്പാലം സ്വദേശി പാലക്കപ്പറമ്പിൽ യൂസഫ് അലിയാണ് അറസ്റ്റിലായത്. ഇയാൾക്കെതിരെ അന്തിക്കാട് പോലീസ് പരിധിയിൽ സമാനമായ 2 കേസുകൾ നിലവിലുണ്ട്. പഴുവിലിൽ അറബിക് ജ്യോതിഷം നടത്തിയിരുന്നയാൾ പൂജയ്ക്കിടെ ബോധരഹിതയാക്കിയ ശേഷം പീഡിപ്പിച്ചെന്നായിരുന്നു കേസ്. ദോഷം മാറ്റാനുള്ള പൂജയുടെ മറവിലായിരുന്നു പീഡനം. എടത്തിരുത്തി ചൂലൂരിൽ നിന്ന് കാർ കവർച്ച ചെയ്ത കേസിൽ ദമ്പതികളടക്കം 5 പേരെ അറസ്റ്റ് ചെയ്തു.
മലപ്പുറം സ്വദേശികളായ അമ്പലക്കൽ വീട്ടിൽ മുബാഷിർ, കവുങ്ങപ്പാരപ്പറമ്പിൽ വീട്ടിൽ തഫ്സീന, കോഴിക്കോട് സ്വദേശികളായ CP വീട്ടിൽ അസ്ലം, മാളിയേക്കൽ വീട്ടിൽ സലാം, വലിയതൊടി വീട്ടിൽ മനു എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ചൊവ്വാഴ്ച പുലർച്ചെ 3:30-യോടെയാണ് കേസിന് ആസ്പദമായ സംഭവം. എടത്തുരുത്തി ചുലൂർ സ്വദേശി വലിയകത്ത് വീട്ടിൽ മുഹമ്മദ് ജാസിമിന്റെ വീട്ടുമുറ്റത്തേക്ക് അതിക്രമിച്ചു കയറിയ പ്രതികൾ മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാർ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെ കാറിന്റെ അലാറം ശബ്ദിച്ചു. ഇതേ തുടർന്ന് പുറത്തുവന്ന മുഹമ്മദ് ജാസിം കാർ കൊണ്ടുപോകുന്നത് തടയാൻ ശ്രമിച്ചു. തുടർന്ന് പ്രതികൾ മുഹമ്മദ് ജാസിമിന്റെ കാലിലൂടെ കാർ കയറ്റി ഇറക്കുകയും ഭീഷണിപ്പെടുത്തി കാർ കൊണ്ടുപോവുകയുമായിരുന്നു. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതികളെ കാർ സഹിതം കോഴിക്കോട് തേഞ്ഞിപ്പലം പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയുടെ കീഴിലുള്ള പാലിയേറ്റീവ് കെയർ രോഗികൾക്ക് ദുരിതമായി മാറുന്നതായി പരാതി. രോഗികളും കൂട്ടിരിപ്പുകാരും ചികിത്സയ്ക്കും മരുന്നിനുമായി നിരവധി തവണ കയറ്റം കയറി ഇറങ്ങേണ്ട അവസ്ഥയിലാണ്. MLA അടിയന്തരമായി ഇടപെടണമെന്നാണ് ആവശ്യം. വടക്കാഞ്ചേരിയിലെ പാലിയേറ്റീവ് കെയറിലെത്തുന്ന രോഗികൾക്ക് OP ടിക്കറ്റ് എടുക്കുന്നത് മുതൽ ദുരിതം തുടങ്ങുകയായി. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2 മുതൽ 4 വരെയാണ് പാലിയേറ്റീവ് രോഗികൾക്കുള്ള OP പ്രവർത്തിക്കുന്നത്. ജില്ലാ ആശുപത്രിയിൽ പ്രവർത്തിച്ചിരുന്ന പാലിയേറ്റീവ് പരിചരണം നിലവിൽ 300 മീറ്ററോളം മാറി DEICക്ക് സമീപമുള്ള ഐസൊലേഷൻ വാർഡിലാണ് പ്രവർത്തിക്കുന്നത്. മെയ് 15 മുതലാണ് പാലിയേറ്റീവ് രോഗികൾക്കുള്ള ചികിത്സ ഇവിടേക്ക് മാറ്റിയത്. ഇതടക്കം 6ാമത്തെ പ്രാവശ്യമാണ് സ്ഥലം മാറുന്നത്. 300ഓളം രോഗികളാണ് വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ പാലിയേറ്റീവ് കെയറിനെ ആശ്രയിച്ചു കഴിയുന്നത്. ജില്ലാ ആശുപത്രിയിൽ നിന്നും OP ടിക്കറ്റ് എടുത്ത് 300 മീറ്ററോളം ആശുപത്രിക്ക് പുറകിലുള്ള കയറ്റം കയറി ഐസൊലേഷൻ വാർഡിലെത്തി ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങണം. ചുരുക്കം ചില മരുന്നുകൾ ഒഴിച്ചാൽ മറ്റെല്ലാ മരുന്നുകളും ജില്ലാ ആശുപത്രിയിൽ തന്നെയാണ് വിതരണം ചെയ്യുന്നത്. മരുന്ന് വാങ്ങാൻ വീണ്ടും ജില്ലാ ആശുപത്രിയിലെത്തി അവിടെ നിന്ന് വീണ്ടും ഇവ ഉറപ്പുവരുത്താൻ ഡോക്ടർ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ തിരികെ എത്തണം. ഇത്തരത്തിൽ അതീവ പരിഗണന ലഭിക്കേണ്ട രോഗികൾ നേരിടുന്ന ദുരിതം ചെറുതല്ല. രോഗികൾക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരിടത്ത് തന്നെ ഒരുക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്നാണ് രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും ആവശ്യം. TCV ന്യൂസ്, വടക്കാഞ്ചേരി. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. VB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. പന്നിത്തടം സെന്ററിൽ വീണ്ടും വാഹനാപകടം. ലോറികൾ കൂട്ടിയിടിച്ച് മറിഞ്ഞ ഒരാൾക്ക് പരിക്കേറ്റു. ഒരാഴ്ചയ്ക്കുള്ളിൽ 6ാമത്തെ അപകടമാണിത്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം. തമിഴ്നാട്ടിൽ നിന്നും മത്സ്യം കയറ്റി കുന്നംകുളം ഭാഗത്തേക്ക് പോയിരുന്ന മിനി കണ്ടെയ്നർ ലോറിയും അക്കിക്കാവ് ഭാഗത്ത് നിന്ന് വാഴക്കുലകൾ കയറ്റി വന്നിരുന്ന ടിപ്പർ ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ കണ്ടെയ്നർ ലോറി നടുറോഡിൽ മറിയുകയായിരുന്നു. ഡ്രൈവർക്ക് പരിക്കേറ്റു. പോലീസ് സ്ഥലത്തെത്തി ക്രെയിൻ ഉപയോഗിച്ച് ലോറികൾ എടുത്തുമാറ്റി. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയായതോടെയാണ് അപകടങ്ങൾ നിത്യസംഭവമായി മാറിയത്. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡും കുന്നംകുളം വടക്കാഞ്ചേരി റോഡും സംഗമിക്കുന്ന പന്നിത്തടം സെന്റർ വീതി കൂട്ടി വികസിപ്പിച്ചിട്ടുണ്ട്. അമിത വേഗത്തിൽ അശ്രദ്ധയോടെ വാഹനങ്ങൾ സെന്ററിലേക്ക് പ്രവേശിക്കുന്നതാണ് അപകടത്തിന് കാരണമാകുന്നത്. കഴിഞ്ഞ ദിവസം 2 കാറുകളും ബൈക്കും കൂട്ടിയിടിച്ചിരുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ 6ാമത്തെ അപകടമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. റോഡിൽ താൽക്കാലികമായി സ്പീഡ് ബ്രേക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചാൽ മാത്രമേ അപകടത്തിന് പരിഹാരമാവുകയുള്ളൂവെന്ന് നാട്ടുകാർ പറയുന്നു. സോളാർ സിഗ്നൽ സ്ഥാപിക്കുന്നതിന് AC മൊയ്തീൻ MLA ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. TCV ന്യൂസ്, എരുമപ്പെട്ടി. തുടർച്ചയായി അപകടങ്ങൾ സംഭവിക്കുന്ന പന്നിത്തടം സെന്ററിൽ സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി റോഡ് ഉപരോധിച്ചു. സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കണമെന്നും വേഗതാ നിയന്ത്രണത്തിന് ബാരിക്കേഡുകൾ സ്ഥാപിക്കണമെന്നും കാൽനട യാത്രക്കാർക്കായി സീബ്ര ലൈനുകൾ വേണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പ്രവർത്തകരെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷറഫു പന്നിത്തടം, UDF മണ്ഡലം ചെയർമാൻ സജീവ് ചാത്തനാത്ത്, സലാം വലിയകത്ത്, റഫീഖ് ഐനിക്കുന്നത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. തുടർച്ചയായ അപകടങ്ങൾ സംഭവിക്കുന്ന പന്നിത്തടം സെന്ററിൽ സോളാർ പവേർഡ് ഓട്ടോമാറ്റിക് സിഗ്നൽ ലൈറ്റ് സംവിധാനം സ്ഥാപിക്കുന്നതിന് നടപടിയായി. AC മൊയ്തീൻ MLAയുടെ ഇടപെടലിന്റെ ഭാഗമായാണ് നടപടി.
കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡും കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന ഹൈവേയും സംഗമിക്കുന്ന സെന്ററാണ് പന്നിത്തടം. ആധുനിക രീതിയിലുള്ള ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയായി റോഡിന്റെ സൗകര്യം വർദ്ധിച്ചതിനാൽ ഇതിലൂടെയുള്ള വാഹനങ്ങളുടെ സഞ്ചാരവും കൂടി. സെന്ററിനെക്കുറിച്ച് അറിയാതെയുള്ള അമിതവേഗം നിരന്തരം അപകടങ്ങൾക്കിടയാക്കുന്നു. ഇതേ തുടർന്നാണ് MLA ഇടപെട്ട് സിഗ്നൽ സംവിധാനം ഒരുക്കുന്നത്. 19,39,854 രൂപയ്ക്കാണ് സിഗ്നൽ സ്ഥാപിക്കുന്നതിന് കിഫ്ബി കെൽട്രോണിന് അനുമതി നൽകിയിട്ടുള്ളത്. ഇതോടൊപ്പം അക്കിക്കാവ് ജംഗ്ഷനിലെ സിഗ്നൽ സംവിധാനവും മാറ്റി സ്ഥാപിക്കും. കേരളത്തിലെ തന്നെ മികച്ച കിഫ്ബി റോഡുകളിൽ ഒന്നായി ഇടം പിടിച്ചിരിക്കുകയാണ് അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ്. AC മൊയ്തീൻ മന്ത്രിയായിരിക്കെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം ആരംഭിച്ചത്. 46 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. 9.2 കിലോമീറ്റർ നീളത്തിൽ 12 മീറ്റർ വീതിയിൽ സ്ഥലം ഏറ്റെടുത്താണ് റോഡിന്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. TCV ന്യൂസ്, എരുമപ്പെട്ടി. ടാറിംഗ് നടത്തിയിട്ട് 4 വർഷം പിന്നിട്ടു. കുണ്ടും കുഴിയും നിറഞ്ഞ് അളഗപ്പനഗർ പഞ്ചായത്തിലെ കരുവാപ്പടി പൂക്കോട് റോഡ്. അളഗപ്പനഗർ പഞ്ചായത്തിലെ കരുവാപ്പടി പൂക്കോട് റോഡിൽ 2 കിലോമീറ്ററോളം സഞ്ചരിക്കണമെങ്കിൽ അപകടങ്ങൾ മുന്നിൽ കാണണം. തകർന്നടിഞ്ഞ റോഡിലൂടെ വർഷങ്ങളായി ദുരിതയാത്ര ചെയ്യേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിൽ മഴ ശക്തമായതോടെ വെള്ളക്കെട്ടും രൂക്ഷമായി. 4 വർഷം മുൻപാണ് റോഡ് അറ്റകുറ്റപ്പണികൾ നടത്തിയത്. പിന്നീട് റോഡിന്റെ ഓരോ ഭാഗങ്ങൾ തകർന്ന് തുടങ്ങിയെങ്കിലും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ല. സ്വകാര്യ ബസ്സുകളും നിരവധി സ്കൂൾ വാഹനങ്ങളും കടന്നുപോകുന്ന റോഡിൽ അപകടങ്ങൾ പതിയിരിക്കുന്ന തരത്തിലാണ് കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. വശങ്ങളിലെ ടാറിംഗ് അടർന്നു പോയതോടെ ഒരേ സമയം 2 വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയാണ്. കയറ്റമുള്ള ഭാഗങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതെ കഷ്ടിച്ചാണ് രക്ഷപ്പെടുന്നത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള വഴിയാത്രക്കാരും ഏറെ ദുരിതമാണ് അനുഭവിക്കുന്നത്. റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. കരുവാപ്പടി പൂക്കോട് റോഡ് കാൽനടക്കാർക്ക് പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ തകർന്നിരിക്കുകയാണ്. നിരവധി സ്കൂൾ ബസ്സുകൾ, അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകൾ, മറ്റു ചെറുവാഹനങ്ങൾ, 100 കണക്കിന് വാഹനങ്ങൾ പോകുന്ന മെയിൻ റോഡാണ്. ഒരു ഓട്ടോ വരെ വിളിച്ചാൽ വരാൻ പറ്റാത്തൊരവസ്ഥയിലാണ് റോഡ് തകർന്നിരിക്കുന്നത്. TCV ന്യൂസ്, പുതുക്കാട്. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിലെ സർവീസ് റോഡുകൾ അപകടക്കെണിയാകുന്നു. തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡിലെ അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടങ്ങൾക്കിടയാക്കുന്നത്. സർവീസ് റോഡിൽ നിർമ്മിച്ച ഡ്രെയിനേജിന്റെ സ്ലാബുകളുടെ വശങ്ങളിൽ വാഹനങ്ങൾ കുടുങ്ങുന്നതാണ് അപകടത്തിന് കാരണം. ഇരുചക്ര വാഹന യാത്രക്കാരാണ് ഏറെയും അപകടത്തിൽപ്പെടുന്നത്. ഉയർന്നു നിൽക്കുന്ന സ്ലാബിനോട് ചേർന്ന് റോഡ് മണ്ണിട്ട് നികത്താതായതോടെ ഇവിടെ ഇരുചക്ര വാഹനങ്ങൾ തെന്നി വീഴുന്നത് പതിവായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി വാഹനങ്ങളാണ് കുടുങ്ങിയത്. റോഡ് പണി പൂർത്തിയാക്കാത്തത് മൂലം സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വാഹനങ്ങൾക്ക് കടക്കാൻ ബുദ്ധിമുട്ടാണ്. നിരവധി തവണ പരാതി നൽകിയെങ്കിലും കരാർ കമ്പനി യാതൊരു നടപടിയും എടുത്തിട്ടില്ല. ചാലക്കുടി നഗരസഭയിൽ പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറെ വൈസ് ചെയർപേഴ്സൺ തടഞ്ഞുവെച്ചു. അസിസ്റ്റന്റ് എഞ്ചിനീയർ K. ഷബാനയെയാണ് വൈസ് ചെയർപേഴ്സൺ C. ശ്രീദേവി തടഞ്ഞുവെച്ചത്. അരമണിക്കൂറിന് ശേഷം ഉദ്യോഗസ്ഥ ബലപ്രയോഗത്തിലൂടെ ഓഫീസിൽ നിന്ന് പുറത്തു കടന്നു. ഇതിനിടയിൽ ഇരുവരും തമ്മിൽ വാക്കേറ്റവുമുണ്ടായി. തന്റെ വാർഡിൽ കാന നിർമ്മിക്കുന്നതിന് തയ്യാറാക്കിയ എസ്റ്റിമേറ്റിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഒപ്പുവെച്ചെങ്കിലും പിന്നീട് അവർ അത് റദ്ദാക്കിയെന്നാണ് വൈസ് ചെയർപേഴ്സന്റെ ആരോപണം. പലവട്ടം ആവശ്യപ്പെട്ടെങ്കിലും ഉദ്യോഗസ്ഥ വഴങ്ങാത്തതിനെ തുടർന്നാണ് വൈസ് ചെയർപേഴ്സൺ ക്ഷുഭിതയായത്. നിരന്തരം കൃത്യവിലോപം കാട്ടുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് വ്യാഴാഴ്ച നഗരസഭാ കൗൺസിലിന്റെ അടിയന്തര യോഗം ചേരും. ഇതിനു മുൻപും മറ്റു ജനപ്രതിനിധികൾ പരാതി ഉന്നയിച്ചതും കണക്കിലെടുത്താണ് ചെയർമാൻ ഷിബു വാലപ്പൻ അടിയന്തര കൗൺസിൽ യോഗം വിളിച്ചത്. പേവിഷബാധയേറ്റ് മരണം സംഭവിച്ച വാഴച്ചാൽ ആദിവാസി ഉന്നതിയിൽ പ്രതിരോധ നടപടികളുമായി ആരോഗ്യവകുപ്പ്. മരിച്ച രാമനുമായി സമ്പർക്കമുണ്ടായ 22 പേർക്ക് പ്രതിരോധ കുത്തിവയ്പ് നടത്തി. ആദ്യ ഡോസ് മരുന്നാണ് നൽകിയത്. വീണ്ടും ഘട്ടം ഘട്ടമായി വാക്സിനേഷൻ നടത്തും. മരിച്ച രാമന്റെ വീട്ടിലെ 5 വളർത്തുനായ്ക്കളെയും കുത്തിവെച്ചു. ഇവയടക്കം ഉന്നതിയിലെ എല്ലാ നായ്ക്കളെയും 10 ദിവസത്തെ ഐസൊലേഷനിലാക്കി. ആളുകളിലും നായകളിലും അസ്വസ്ഥത പ്രകടമായാൽ റിപ്പോർട്ട് ചെയ്യുന്നതിന് നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അഴീക്കോട് നിയമവിരുദ്ധമായി മത്സ്യബന്ധനം നടത്തിയ ഫൈബർ വള്ളം ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. തിരുവനന്തപുരം പൊഴിയൂർ സ്വദേശി ഡേവിസിന്റെ ഉടമസ്ഥതയിലുള്ള ദീപം എന്ന മത്സ്യബന്ധന വള്ളമാണ് പിടിയിലായത്. എന്നാൽ നിയമാനുസൃതമായാണ് മത്സ്യബന്ധനം നടത്തിയതെന്നും അഴീക്കോട് ഒഴികെയുള്ള ഹാർബറുകളിൽ ഇത്തരം മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമില്ലെന്നുമാണ് തൊഴിലാളികളുടെ വാദം. 20-ാം തീയതി ഇവിടെ ഹാർബറിൽ ഈ മീൻ കച്ചവടമായിരുന്നു. അത് ഒരു കുഴപ്പമില്ലായിരുന്നു. സർക്കാർ ഒരു ഉത്തരവാദിത്വം പറഞ്ഞിട്ടില്ല ഈ മീൻ പിടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ അറിയാതെ പോയി മീൻ പിടിച്ചിട്ട് വന്നിട്ട് ഇവിടെ ഹാർബറിൽ വിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ബോട്ട് നിരോധനം ഇതിനു വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മീൻ മൊത്തം ഈ മുനമ്പത്താണ് കനുഭവിക്കുന്നത്. കൊല്ലത്ത് കനുഭവിക്കില്ലയോ, വേപ്പൂർ കനുഭവിക്കില്ലയോ.
അവിടെ നീണ്ടകരക്ക് അനുഭവിക്കില്ല. അവിടേക്ക് മത്സ്യം പിടിക്കുന്നുണ്ടല്ലോ. അവിടെ മത്സ്യം പിടിച്ചാണല്ലോ മത്സ്യത്തൊഴിലാളികൾ ജീവിക്കുന്നത്. ഇവിടെ മാത്രം എന്താണ് ഇവർക്ക് ഈ നിയമം? കേരളത്തിൽ 2 റൂൾസാണ്. ഇത്രയും ഞങ്ങൾ സർക്കാരിൻ്റെ അടുത്ത് പറയാൻ വേണ്ടി ആവശ്യപ്പെടുന്നു മത്സ്യത്തൊഴിലാളികൾ. വള്ളത്തിലെ മത്സ്യം ലേലം ചെയ്ത് 1.25 ലക്ഷം രൂപ പിഴ അടപ്പിച്ചു. ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി സീമ, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിഭാഗം ഓഫീസർമാരായ VN പ്രശാന്തകുമാർ, VM ഷൈബു എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. 2025 വർഷത്തെ ട്രോളിംഗ് ബാൻ ഇപ്പോൾ ജൂൺ 9 മുതൽ ജൂലൈ 31 വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് അടിത്തട്ടിലെ മത്സ്യബന്ധന രീതികളെല്ലാം തന്നെ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് ആഴക്കടലിൽ നിന്നും അടിത്തട്ടിൽ നിന്ന് കാണപ്പെടുന്ന മത്സ്യങ്ങളായ കിളിമീൻ, അരണമീൻ എന്നിവയെ പിടിക്കുന്നത് നിയമവിരുദ്ധമാണ്. ഇതിൽ നിന്ന് എല്ലാ മത്സ്യത്തൊഴിലാളികളും വിട്ടുനിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ചാവക്കാട് മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ലംഘിച്ച കാരിയർ വള്ളം ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടിച്ചെടുത്തു. മലപ്പുറം കൂട്ടായി മംഗലം സ്വദേശി അലിമോൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള മത്സ്യബന്ധന യാനമാണ് പിടിച്ചെടുത്തത്. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സീമയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് യാനം പിടിച്ചെടുത്തത്. തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ തുടർ നടപടികൾ പൂർത്തീകരിച്ച് 60,000 രൂപ പിഴ ഈടാക്കി. വരും ദിവസങ്ങളിൽ എല്ലാ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും പ്രത്യേക സംഘത്തിന്റെ പരിശോധന ഉണ്ടായിരിക്കുമെന്ന് തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തന്നൂരാൻ അറിയിച്ചു. കൊടുങ്ങല്ലൂരിൽ ലോട്ടറി വിൽപ്പനക്കാരനായ വയോധികനെ കബളിപ്പിച്ച് പണവും ലോട്ടറി ടിക്കറ്റും കവർന്നു. ലോകമലേശ്വരം അറയ്ക്കത്താഴം ഐനിക്കപ്പറമ്പിൽ ഷൺമുഖനാണ് കബളിപ്പിക്കപ്പെട്ടത്. ചന്തപ്പുരയിൽ ആക്സിസ് ബാങ്കിന് സമീപമായിരുന്നു സംഭവം. ബൈക്കിലെത്തിയ 3 യുവാക്കൾ ലോട്ടറി ടിക്കറ്റ് വാങ്ങാനെന്ന വ്യാജേന ഷൺമുഖനെ സമീപിക്കുകയായിരുന്നു. 3 ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങിയ ശേഷം 500 രൂപ പണമായി വാങ്ങുകയും പകരം ഗൂഗിൾ പേ വഴി ടിക്കറ്റിന്റെ ഉൾപ്പെടെ പണം അയച്ചതായി പറയുകയും ചെയ്തു. ഷൺമുഖൻ തന്റെ ഫോൺ പരിശോധിക്കുന്നതിനിടയിൽ യുവാക്കൾ ടിക്കറ്റും പണവുമായി കടന്നുകളഞ്ഞു. കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നിരവധി കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ ചുമത്തി നാടുകടത്തി. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പെരിങ്ങോട്ടുകര തെക്കിനിയേടത്ത് ഒബ്രു എന്ന് വിളിക്കുന്ന വിവേകിനെയാണ് കാപ്പ ചുമത്തി 1 കൊല്ലത്തേക്ക് നാടുകടത്തിയത്. പാലിയേക്കര ടോൾ സമാന്തര പാതയായ മണലി മടവാക്കര റോഡ് നവീകരിച്ച് തുറന്നു നൽകി. മാസങ്ങളായി തകർന്ന സഞ്ചാരയോഗ്യമല്ലാതായി കിടന്ന റോഡ് KK രാമചന്ദ്രൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 40 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരിച്ചത്. ചാലക്കുടി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് തൃശൂർ പാലക്കാട് ഭാഗത്തേക്ക് ടോൾ ഒഴിവാക്കി പോകാനുള്ള റോഡാണിത്. KK രാമചന്ദ്രൻ MLA റോഡ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, പഞ്ചായത്ത് അംഗം KV ഷാജു എന്നിവർ സംസാരിച്ചു. ആധാർ കാർഡ് ഇല്ലാത്ത കുട്ടികളെ സ്കൂളിലെ എണ്ണം കണക്കാക്കുന്നതിൽ നിന്ന് ഒഴിവാക്കുന്നതിനെതിരായ ഹർജി തള്ളിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ അപ്പീൽ ഫയൽ ചെയ്തു. ഹർജിക്കാരനായ ആലത്തൂരിലെ സെന്റ് ആന്റണീസ് LP സ്കൂൾ മാനേജർ ആന്റണി ഡേവിസാണ് അപ്പീൽ നൽകിയത്. ഈ സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ ആകെയുള്ള 3 കുട്ടികൾക്കും ആധാർ കാർഡ് ഇല്ലാത്തതിനെ തുടർന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്കിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഈ നടപടിയിലൂടെ 1-ാം ക്ലാസും അധ്യാപിക തസ്തികയും നഷ്ടപ്പെടുമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് കോടതിയെ സമീപിച്ചത്. K-സ്മാർട്ട് വഴി കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റ് നൽകിയത് നിയമപരമായ രേഖയെ അംഗീകരിക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. ദേശീയപാത നിർമ്മാണം പ്രദേശവാസികൾക്ക് സമ്മാനിക്കുന്ന ദുരിതത്തിന്റെ അടയാളമായി ഒരു ഗോവണി. ദേശീയപാത ശ്രീനാരായണപുരം പള്ളിനടയിലാണ് റോഡ് മുറിച്ചു കടക്കാൻ നാട്ടുകാർ മരഗോവണി ഉപയോഗിക്കേണ്ടി വരുന്നത്. നൂറുകണക്കിന് ആളുകൾ റോഡ് മുറിച്ചു കടക്കാൻ ഉപയോഗിക്കുന്നത് ശ്രീനാരായണപുരം പള്ളിനടയിലെ ഈ മരഗോവണിയാണ്.
ദേശീയപാതയുടെ പടിഞ്ഞാറ് കിഴക്ക് പ്രദേശങ്ങൾ തമ്മിലുള്ള ബന്ധം നിലനിർത്തുന്നത് ഈ ഗോവണിയാണിപ്പോൾ. ഇവിടുത്തെ യാത്രക്കാർ ഇപ്പം അപ്പുറത്ത് പോകുന്നത് അപ്പുറത്ത് സ്കൂള്, വില്ലേജ് ഓഫീസ്, അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസ്, ഒരു വലിയ മസ്ജിദ്, അതുപോലെ തന്നെ ഇപ്പം നാട്ടുകാർ ഇപ്പോൾ ഈ കോണിയമ്മൽ കൂടി കയറിയാണ് അപ്പുറത്തേക്ക് പോകണത്. പിന്നെ ഈ റോഡ് ഫുള്ള് പണി ചെയ്യുമ്പോഴത്തേനും 1 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് വേണം യൂട്ടേൺ അടിച്ച് അങ്ങോട്ട് ബസ് കയറി പോകാൻ. വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഒരു കോണി വെച്ച് കയറുന്നുണ്ട്. ഭയങ്കര അപകടമാണത്. ഇതിലെ 1 വേ ബസ്സുകളും വണ്ടികളും ഇങ്ങനെ ചീഞ്ഞ് പോകണം. അതുകൊണ്ട് ഇപ്പോൾ കോണി വെച്ച് പോകുന്നുണ്ട്. സ്കൂൾ പിള്ളേർ ഇവിടെ ഇറങ്ങിയിട്ട് പോകണം. ഹയർ സെക്കൻഡറി സ്കൂൾ, പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, ആരാധനാലയങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയവ പ്രവർത്തിക്കുന്നത് പള്ളിനടയിലെ പടിഞ്ഞാറ് ഭാഗത്താണ്. ഇവിടങ്ങളിൽ വന്നു പോകുന്നവർക്ക് കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകണമെങ്കിൽ 1 കിലോമീറ്റർ ദൂരം ചുറ്റിക്കറങ്ങേണ്ടി വരും. ബസ്സുകളെ ആശ്രയിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരാണ് ഏറെ ബുദ്ധിമുട്ടുന്നത്. ഈ പ്രശ്നം ഒഴിവാക്കുന്നതിനായാണ് നാട്ടുകാർ റോഡിൽ ഗോവണി വെച്ചത്. റോഡ് മുറിച്ചുകടക്കാൻ മാർഗമില്ലാത്ത വിധം വികസനം കടന്നുപോകുമ്പോൾ നാട്ടുകാർ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതത്തിന്റെ നേർക്കാഴ്ചയാണ് ഈ ഗോവണി. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. വഴിയോര കച്ചവട തൊഴിലാളികളോട് ചാലക്കുടി നഗരസഭ ധിക്കാര നടപടികൾ സ്വീകരിക്കുകയാണെന്ന് ആരോപിച്ച് CITU നേതൃത്വത്തിലുള്ള വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ചാലക്കുടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് മുന്നിൽ രാപ്പകൽ സമരം ആരംഭിച്ചു. വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി RV ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് KA അജിതൻ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി KS അശോകൻ, KP തോമസ്, EA ജയതിലകൻ, PS സന്തോഷ്, TO വിൻസെന്റ് തുടങ്ങിയവർ സംസാരിച്ചു. വെളുപ്പിന് 3 മണി 4 മണി നേരത്തെ അതേപോലെ തന്നെ CITUവിന്റെ തൃശ്ശൂർ ജില്ലയിൽ ഇങ്ങനൊരു നഗരസഭയുടെ മുന്നിൽ ഈ സംഘടന രൂപീകരിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു രാപ്പകൽ കൊടുങ്ങല്ലൂരിൽ കാട്ടുപന്നികളുടെ ശല്യം വ്യാപകമാകുന്നു. ജനവാസ കേന്ദ്രങ്ങളിലെത്തുന്ന കാട്ടുപന്നികൾ നാട്ടുകാർക്ക് ഭീഷണിയെ മാറുകയാണ്. കഴിഞ്ഞ ദിവസം മേത്തലയിൽ കാട്ടുപന്നി വഴിയാത്രക്കാരിയായ കുട്ടിയെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്നുള്ള വാഹനാപകടങ്ങളും പതിവാണ്. ശ്രീനാരായണപുരം പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായതിനെ തുടർന്ന് പന്നികളെ വെടിവെക്കാൻ ലൈസൻസ് ഉള്ളവരെ നിയോഗിക്കാനുള്ള ശ്രമത്തിലാണ് പഞ്ചായത്ത് കമ്മിറ്റി. കൃഷി നശിപ്പിക്കലും ആക്രമണ ഭീഷണിയുമായി കാട്ടുപന്നികൾ വിലസുമ്പോൾ നാട്ടുകാർ ഭീതിയിലാണ്. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച താന്യം പഞ്ചായത്തിലെ ശാന്തിതീരം പൊതുശ്മശാനത്തിന്റെ പ്രവർത്തനം നിലച്ചു. ഭരണസമിതിയുടെ നിരുത്തരവാദപരമായ സമീപനം മൂലമാണെന്നാണ് ആരോപണം. പ്രതിഷേധവുമായി BJP രംഗത്തെത്തി. 2018 താന്യം പഞ്ചായത്തിൽ പൈനൂരിൽ പ്രവർത്തനമാരംഭിച്ച പൊതുശ്മശാനം പലവിധ കാരണങ്ങളാൽ പലപ്പോഴും പ്രവർത്തനരഹിതമാണെന്ന് ആരോപണം. ഇതുമൂലം വളരെ ചുരുങ്ങിയ സ്ഥലപരിമിതിക്കുള്ളിൽ താമസിക്കുന്ന 100 കണക്കിന് കുടുംബങ്ങളിൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഏക ആശ്രയം ഈ ശ്മശാനമാണ്. എന്നാൽ ശ്മശാനത്തിന്റെ അപാകത മൂലം മറ്റു പഞ്ചായത്തുകളിലെ ശ്മശാനം തേടി പോകേണ്ട അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളതെന്ന് ഇവർ പറയുന്നു. മഴക്കാലത്തും ശ്മശാനത്തിന്റെ പ്രവർത്തനം തടസ്സമില്ലാതെ നടത്തിക്കൊണ്ടുപോവാൻ 2024-25 വർഷത്തെ പഞ്ചായത്ത് ബഡ്ജറ്റിൽ 24 ലക്ഷം രൂപ കൂടി വകയിരുത്തി വർഷകാലത്തും ഉപയോഗിക്കാവുന്ന രീതിയിൽ പുതിയൊരു കെട്ടിടവും പണിതീർത്തിരുന്നു. എന്നാൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിലെ അപാകത മൂലം മഴ ശക്തമായതോടെ ഉൾഭാഗത്ത് വരെ വെള്ളം കയറുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ഇതോടെ ലക്ഷങ്ങൾ ചിലവാക്കി പണിത പൊതുശ്മശാനം നാശത്തിന്റെ വക്കിലാണ്. ശ്മശാനം പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഇനിയും ലക്ഷങ്ങൾ വേണ്ടിവരും. ഹരിതകർമ്മസേനയ്ക്കായി വാങ്ങിയ വാഹനവും സ്വന്തം സ്ഥലത്ത് സൂക്ഷിക്കാതെ ശ്മശാന കെട്ടിടത്തിൽ കൊണ്ടിട്ടതിനാൽ വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയിലാണ്. ലക്ഷങ്ങൾ ചെലവാക്കി ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത രീതിയിൽ നിർമ്മാണങ്ങൾ നടത്തുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ നിരുത്തരവാദപരമായ സമീപനം മാറ്റണമെന്നും ശ്മശാനം ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ സ്ഥിരമായി പ്രവർത്തിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും BJP താന്യം പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സുനിൽ പറമ്പത്ത്, പ്രസിഡന്റ് വിനോബ് VV, വൈസ് പ്രസിഡന്റ് രാധിക CR, സെക്രട്ടറിമാരായ ഉണ്ണികൃഷ്ണൻ കാരയിൽ, കവിത ഷൺമുഖൻ, G ജയശങ്കർ എന്നിവർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, തൃപ്രയാർ. മഴ കുറഞ്ഞെങ്കിലും വെള്ളക്കെട്ടൊഴിയാത്ത അന്തിക്കാട് കല്ലിട വഴിയിലെ വീട്ടിലേക്ക് എത്തണമെങ്കിൽ വഞ്ചി മാത്രമാണ് ആശ്രയം. അറിയപ്പെടുന്ന സാക്സോഫോൺ കലാകാരനും ഉൾനാടൻ മത്സ്യത്തൊഴിലാളിയുമായ കിഷോർ കുമാർ അന്തിക്കാടും കുടുംബവുമാണ് ചെറുവഞ്ചിയിൽ സ്വയം തുഴഞ്ഞ് വീട്ടിലേക്ക് പോകുന്നത്. കല്ലിട വഴി റോഡിൽ നിന്ന് ഇവരുടെ വീട്ടിലേക്ക് പോകുന്ന നടവഴി വെള്ളക്കെട്ടിലായതോടെയാണ് ഈ കുടുംബം ചെറുവഞ്ചിയെ ആശ്രയിക്കുന്നത്.
കരുവന്നൂർ ബാങ്ക് സഹകാരികളോട് ക്രൂര സമീപനം തുടരുകയാണെന്ന് ആരോപിച്ച് കേരള കോൺഗ്രസ് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. കരുവന്നൂർ ബാങ്ക് പരിസരത്ത് നടന്ന ധർണ ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് റോക്കി ആളുകാരൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന വൈസ് ചെയർമാൻ MP പോളി, ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ്, സേതുമാധവൻ പറയംവളപ്പിൽ, സിജോയ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ആറാട്ടുപുഴ ശ്രീശാസ്ത ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തുടക്കമായി. ശാസ്താവിന് 108 കരിക്ക് അഭിഷേകത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. പ്രതിഷ്ഠാദിനത്തിന് മുന്നോടിയായുള്ള 23ാമത് ശ്രീശാസ്ത സംഗീതോത്സവം കർണാടക സംഗീതജ്ഞൻ A. അനന്തപത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. മേളപ്രമാണി പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ അധ്യക്ഷത വഹിച്ചു. വിവിധ മത്സര പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ദേവസ്വം ബോർഡ് കമ്മീഷണർ SR ഉദയകുമാർ, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് AA കുമാരൻ, ആറാട്ടുപുഴ ദേവസ്വം ഓഫീസർ U. അനിൽകുമാർ, സമിതി ജോയിന്റ് സെക്രട്ടറി K. സജീവ്, പ്രസിഡന്റ് M. മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം ഭാരവാഹികളും വാർഡ് പ്രസിഡന്റുമാരും ചുമതലയേറ്റു. KPCC അംഗം ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളി അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ KC ബാബു, VK രഘുസ്വാമി, അമ്പലപ്പാട്ട് മണികണ്ഠൻ, K. ജയശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. കേരള കോൺഗ്രസ് കയ്പമംഗലം നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് അസീസ് പുഞ്ചപ്പാടത്ത് പാർട്ടി വിട്ടു. ഇടതുമുന്നണിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്നും വ്യതിചലിച്ച് നിലപാട് സ്വീകരിക്കുന്ന കേരള കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് രാജിവെക്കുന്നതെന്ന് അസീസ് പറഞ്ഞു. പ്രവർത്തകരുടെ വികാരത്തിന് വില കൽപ്പിക്കാത്ത നേതൃത്വം പാർട്ടിയെ നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ബ്രാഹ്മണസഭ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഗ്രന്ഥകർത്താവും ചരിത്രകാരനുമായ വടക്കാഞ്ചേരി ശിവഗംഗയിൽ G. ശിവസ്വാമി കോയമ്പത്തൂരിൽ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. കരിമരക്കാട് ശിവക്ഷേത്രം ഉപദേശക സമിതി അധ്യക്ഷനായും പ്രവർത്തിച്ചിരുന്നു. വടക്കാഞ്ചേരി ഭാരതീയ വിദ്യാഭവന്റെ ആദ്യ ചെയർമാനുമായിരുന്നു. നിരവധി ഗ്രന്ഥങ്ങൾ രചിക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചാവക്കാട് മത്സ്യഭവന്റെ ആഭിമുഖ്യത്തിൽ ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു നെല്ലും ഒരു മീനും പദ്ധതിക്ക് തോളൂർ പഞ്ചായത്തിൽ തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണി ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന വിൽസൺ അധ്യക്ഷത വഹിച്ചു. ഫിഷറീസ് ജില്ലാ ഓഫീസർ A. സുലൈമാൻ, ജനപ്രതിനിധികളായ KG പോൾസൺ, ഷീന തോമസ്, നോർത്ത് പാടശേഖര സമിതി കൺവീനർ സുനിൽ പോവിൽ എന്നിവർ സംസാരിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്തിലെ എലവത്തൂർ ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂളിൽ വർണ്ണകൂടാരത്തിന്റെ നിർമ്മാണം തുടങ്ങി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് അധ്യക്ഷയായി. സമഗ്ര ശിക്ഷ കേരളയുടെ വർണ്ണകൂടാരം പദ്ധതി പ്രകാരം 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 13 ഇടങ്ങളിലായി വർണ്ണകൂടാരം നിർമ്മിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു സത്യൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷീബ വേലായുധൻ, മിനി മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. പടിഞ്ഞാറെ ചാലക്കുടി പിഷാരിക്കൽ ദുർഗാ ഭഗവതി ക്ഷേത്ര മൈതാനത്ത് സംഘടിപ്പിക്കുന്ന ചാലക്കുടി മഹോത്സവം 27, 28, 29 തീയതികളിൽ നടത്തും. VVS സ്കൂൾ ഓഫ് മ്യൂസിക്, സാമ ആർട്സ് എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് കേരള ഹൈക്കോടതി ജഡ്ജി VM ശ്യാംകുമാർ ഉദ്ഘാടനം ചെയ്യും. വീരരാഘവ ഭാഗവതർ പുരസ്കാരം നാദസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കറിന് സമ്മാനിക്കും. വാർത്താസമ്മേളനത്തിൽ VVS മുരാരി, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് P. നാരായണൻകുട്ടി, NS നാരായണൻ നമ്പൂതിരി, സുനിത ഹരിശങ്കർ, ഉഷാ മോഹൻ എന്നിവർ സംസാരിച്ചു. എടത്തുരുത്തി പഞ്ചായത്ത് പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വായനോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS നിഖിൽ അധ്യക്ഷനായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR നിഖിൽ, പഞ്ചായത്ത് അംഗം PA ഷമീർ, ലൈബ്രറി കമ്മിറ്റി അംഗം ജാൻസി ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടിക പഞ്ചായത്ത് കുടുംബശ്രീ വാർഷികാഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ കമലം ശ്രീകുമാർ അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജൂബി പ്രദീപ്, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ശ്രീദേവി മാധവൻ, ബിന്ദു പ്രദീപ്, KK സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സിനിമാ സംവിധായകനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായിരുന്ന KR മോഹനൻ അനുസ്മരണം നടന്നു. KR മോഹനൻ സ്മൃതി സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ തിരുവത്രയിലെ വസതിയിൽ നടന്ന ചടങ്ങ് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ MR രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കവി Dr. V. മോഹനകൃഷ്ണൻ, ചലച്ചിത്ര നിരൂപകൻ Dr. സൈനുൽ ഹുക്മാൻ, സാംസ്കാരിക പ്രവർത്തകൻ KA മോഹൻദാസ്, വേണു എടക്കഴിയൂർ, കരീം അരിയന്നൂർ, സംഘാടക സമിതി കൺവീനർ KH സലാം, കൗൺസിലർ പ്രിയ മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു.
ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇനി നോക്കാം സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,070 രൂപ, പവന് 72,560 രൂപ. വെള്ളി ഗ്രാമിന് 117 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 4,440 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കനത്ത മഴയെ തുടർന്ന് തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കാറ്റിലും മഴയിലും ചെറുതുരുത്തി മേഖലയിൽ വ്യാപക നാശനഷ്ടം. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ പരക്കെ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. ജില്ലയിൽ മഴക്കെടുതികൾ തുടരുന്നു. കാറളം ചെമ്മണ്ടയിൽ ശുചിമുറിയുടെ ചുമർ ഇടിഞ്ഞു വീണ് യുവാവ് മരിച്ചു. എളവള്ളി കൊച്ചിൻ ഫ്രോണ്ടിയർ തോട്ടിൽ വീണ് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മന്ത്രവാദത്തിന്റെ മറവിൽ യുവതിയെ ബോധം കെടുത്തി പീഡിപ്പിച്ച സംഭവത്തിൽ അറബിക് ജ്യോതിഷി കാട്ടൂർ പോലീസിന്റെ പിടിയിൽ. എഴുത്താണിയിൽ താമസിക്കുന്ന ഒറ്റപ്പാലം സ്വദേശി പാലക്കപ്പറമ്പിൽ യൂസഫ് അലിയാണ് അറസ്റ്റിലായത്. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയുടെ കീഴിലുള്ള പാലിയേറ്റീവ് കെയർ സെന്ററിലെത്തുന്നത് രോഗികൾക്ക് ദുരിതമായി മാറുന്നതായി പരാതി. രോഗികളും കൂട്ടിരിപ്പുകാരും ചികിത്സയ്ക്കും മരുന്നിനുമായി കയറ്റം കയറി ഇറങ്ങേണ്ട അവസ്ഥയിൽ. പന്നിത്തടം സെന്ററിൽ വീണ്ടും വാഹനാപകടം. ലോറികൾ കൂട്ടിയിടിച്ച് മറിഞ്ഞൊരാൾക്ക് പരിക്കേറ്റു. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇവിടെയുണ്ടായത് 6ാമത്തെ അപകടം. സെന്ററിൽ ഓട്ടോമാറ്റിക് സിഗ്നൽ ലൈറ്റ് സംവിധാനം സ്ഥാപിക്കുമെന്ന് MLA. കുണ്ടും കുഴിയും നിറഞ്ഞ് യാത്രായോഗ്യമല്ലാതെ അളഗപ്പ നഗർ പഞ്ചായത്തിലെ കരുവാപ്പടി പൂക്കോട് റോഡ് ടാറിംഗ് നടത്തിയിട്ട് 4 വർഷം പിന്നിട്ടെന്ന് അധികൃതർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.